ഈ ഒരു അവസരത്തില് ഇത് പറയുന്നത് ശരിയല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഈ ഒരു അവസരത്തിലല്ലാതെ ഇത് പറയാതിരിക്കാനും വയ്യ. വയനാട് ചൂരൽമലയിൽ ഉരുൾ പൊട്ടിയപ്പം കളക്ടറുടെ ആദ്യത്തെ പോസ്റ്റുകളിൽപ്പെട്ട ഒന്നാണ് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് വരണം, ഒരുപാട് റിമോട്ട് ഏരിയകളിലേക്ക് പോകാൻ ഈ ഒരു 4x4 വാഹനങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത്. എല്ലാ വർഷവുമായിട്ട് ഇപ്പൊ തുടരെ പ്രകൃതി ദുരന്തങ്ങളും വേലിയേറ്റവും വെള്ളക്കയറ്റവും അതിശക്തമായ മഴ കാരണം വെള്ളം പൊന്തിയിട്ട് പല ഏരിയകൾക്കും വണ്ടി പോകാൻ പറ്റാതിരിക്കുമ്പോഴൊക്കെ ഈ മോഡിഫൈഡ് ചെയ്ത ജീപ്പുകളാണ് എത്തിയിട്ട് പല മേഖലയിൽ നിന്നും ആളുകൾ രക്ഷിച്ചുകൊണ്ടുന്നത്. ആ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച ഉണ്ടാകും, MVD വാഹനങ്ങളൊക്കെ വെക്കും. ഞാൻ ചോദിക്കാണ്, പ്രാക്ടിക്കലായിട്ടൊരു നിയമം ശരിക്കും ഈ ഒരു സംവിധാനത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റൂലേ? ഞാൻ പല രാജ്യത്തും കണ്ടിട്ടുണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ നിയമത്തിന്റെ പരിധിയിൽ പെടുത്തിക്കൊണ്ട് തന്നെ അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പല സംഭവങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഈ മുന്നിലൊരു വിഞ്ച് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വണ്ടിയിൽ സ്നോർക്കൽ വെച്ചോണ്ടോ ഒരു അപകടം വരാൻ പോകണില്ല എന്ന് 100% ബോധ്യം എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്ന MVDയെ ഭരിക്കുന്ന സർക്കാരിനും അറിയാവുന്ന കാര്യം. നിങ്ങൾ ഈ ചോദിക്കുന്ന പൈസ എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന ടാക്സുകൾ അടച്ചിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്തോളാം. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ ഇതിന് സർട്ടിഫിക്കേഷൻ തന്നാൽ മതി. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് സകല ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇതിന് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടൊരു നിയമ സംവിധാനം കൊണ്ടുവരാൻ പറ്റൂലേ? ഇനിയും ദുരന്തങ്ങൾ വരുമ്പോൾ സഹായിക്കണം എന്നല്ല പറയുന്നത്, ഇനിയൊരു ദുരന്തങ്ങളും കേരളത്തിൽ വരാതിരിക്കട്ടെ. പക്ഷെ നമ്മുടെ നിയമങ്ങൾ ഏറെക്കുറെ പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്.